വിശദമായി നോക്കാം. സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി പാചകവാതക സിലിണ്ടർ വില വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഗാർഹിക സിലിണ്ടറിന് 50 രൂപയാണ് കൂട്ടിയത്. പെട്രോൾ, ഡീസൽ, എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത് പൊതുജനങ്ങളെ ബാധിക്കില്ലെന്ന് പെട്രോളിയം മന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ ഇടിവിലെ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാതെ കമ്പനികളെ സഹായിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2021 ശേഷം ക്രൂഡ് ഓയിൽ വില ബാരലിന് $60 പെട്രോൾ, ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. അതിനിടെ പാചകവാതകത്തിന് സിലിണ്ടറിന് 50 രൂപയാണ് കേന്ദ്രം വർദ്ധിപ്പിച്ചത്. സബ്സിഡി നൽകുന്നത് മൂലം എണ്ണ കമ്പനികൾക്കുണ്ടായ 43,000 കോടി രൂപയുടെ നഷ്ടം നികത്താനാണ് നിലവിലെ വർധനവെന്നാണ് മന്ത്രി നൽകുന്ന വിശദീകരണം. ഇതോടെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് സിലിണ്ടറിന് 500 രൂപയിൽ നിന്ന് 550 രൂപയും മറ്റു ഉപഭോക്താക്കൾക്ക് 803 രൂപയിൽ നിന്ന് 853 രൂപയുമായിട്ടാണ് വർധനവുണ്ടാകുന്നത്. എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചതിന്റെ ബാധ്യത എണ്ണ കമ്പനികൾ ഏറ്റെടുക്കുമെന്ന് കേന്ദ്രം പറയുമ്പോഴും ലാഭം കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. പെട്രോളിനും ഡീസലിനും 1 രൂപ വീതം വില കുറയുമ്പോൾ കേന്ദ്ര സർക്കാരിന് നികുതി വരുമാനത്തിൽ 15,000 മുതൽ 20,000 കോടി രൂപ വരെ കുറയുമെന്നാണ് കണക്ക്. ഈ നഷ്ടം ഒഴിവാക്കുന്നതിനാണ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ എക്സൈസ് ഡ്യൂട്ടി 2 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മീഡിയ 1, ഡൽഹി.